ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചനം ചെയ്തതായി ഹദീസുകളിൽ കാണുന്നു. യൂഷിക്കു അൻ യഅതി അലന്നാസി സമാനുൻ, ജനങ്ങളിൽ ഒരു കാലം വരും, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ഇസ്ലാമിൽ അതിന്റെ നാമം മാത്രം അവശേഷിക്കും. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ അതിന്റെ ലിപികൾ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. മസാജിദുഹും ആമിറത്തുൻ, പള്ളികൾ അവരുടേത് ജനബഹുലങ്ങളും കൂറ്റനെടുപ്പുകളുമായിരിക്കും. വയ്യ ഖറാബും മിനൽ ഹുദാ, അത് സന്മാർഗ ശൂന്യങ്ങളായിരിക്കും. ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ, അവരുടെ പണ്ഡിതന്മാർ ഉലമാക്കൾ ആകാശത്തിന് കീഴിൽ ഏറ്റവും നികൃഷ്ടരായി മാറും. മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്നതു വഫീഹിം തഊദ്, സകല ഫിത്നകളും അവരിൽ നിന്ന് ഉടലെടുക്കുകയും അവരിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. അതേ, ഇന്ന് ഇസ്ലാം എന്നത് കേവലം നാമമാത്രമാകുന്നു. വിശുദ്ധ ഖുർആനിൽ അതിന്റെ ലിപികൾ മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. അതിന് അധ്യാപനങ്ങൾ മുസ്ലിങ്ങളുടെ ചെവികളിൽ കാണുന്നില്ല. മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കുകയും സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ഫിത്നകൾ സൃഷ്ടിച്ചുവിടുകയും ചെയ്യുന്ന പണ്ഡിത വേഷധാരികളെ, ഉലമാക്കളെന്ന് അവകാശപ്പെടുന്നവരെ എവിടെയും നാം കാണുന്നു. ഉദരപൂരണാർത്ഥം ദീനിനെ തീനാക്കി മാറ്റിയ ഇവരെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘദർശനം ചെയ്ത വാക്കുകൾ എത്ര അനർത്ഥമായിട്ടാണ് പുലർന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തകൂനു ഫീ ഉമ്മത്തി ഫസ്അത്തുൻ ഫയസീറു നാസു ഇലാ ഉലമാഇഹിം ഫൈദാഹും ഖിറദത്തും വഖനാസീർ, എന്റെ ഉമ്മത്തിൽ ഭിന്നിപ്പുകളും കുഴപ്പങ്ങളും ഉണ്ടാകും. തത്സമയം ജനങ്ങൾ മാർഗദർശനത്തിന് വേണ്ടി തങ്ങളുടെ പണ്ഡിതന്മാരെ സമീപിക്കും. എന്നാൽ ആ പണ്ഡിതന്മാർ വരാഹങ്ങളെപ്പോലെയും മർക്കടന്മാരെ പോലെയുമായി തീരും, അഥവാ ദുർവാശിക്കാരും ലജ്ജാഹീനരുമായിരിക്കും. ഇന്നേതെങ്കിലും ഒരു കക്ഷിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഒരു സാധാരണ മുസ്ലിമിനെ ഒരു പണ്ഡിതനെ സമീപിക്കുകയാണെങ്കിൽ ഈ ഹദീസിന്റെ പ്രത്യക്ഷര പുലർച്ച അവിടെ ദർശിക്കാവുന്നതാണ്. മുസ്ലിം ഉമ്മത്തെ മതപരവും സാംസ്കാരികവുമായ മേഖലകളിലും ആചാരാനുഷ്ഠാന കാര്യങ്ങളിലും നാഗരികവും ധാർമ്മികവുമായ ചേഷ്ടകളിലും സാമൂഹിക തുറകളിലും ജൂത ക്രൈസ്തവ പാരമ്പര്യങ്ങളെയും പാശ്ചാത്യൻ ജീർണതകളെയും അനുഗമിക്കുന്ന വിഷയത്തിൽ മത്സരബുദ്ധിയോടുകൂടി മുന്നേറുകയും വിശുദ്ധ ഇസ്ലാമിനെയും അതിന്റെ സത്യസരണിയെയും കൈവടിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. ഭൗതികമായി പ്രത്യക്ഷപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനും തിരുഹദീസുകളും പറഞ്ഞ അടയാളങ്ങളും ദീനിപരവും ധാർമ്മികവും ആധ്യാത്മികവും ആത്മീയവുമായി പ്രകടമാവുമെന്ന് പ്രവചിക്കപ്പെട്ട അന്ധകാരങ്ങളും എന്തായിരുന്നുവെന്നാണ് ഇതുവരെ നാം ചർച്ച ചെയ്തു വന്നത്. ഇനി ഇസ്ലാം ദീനിനെ ഉന്മൂലനം ചെയ്യുവാൻ കച്ചകെട്ടിയിറങ്ങുന്ന ഒരു ഭയാനക ശത്രുവിനെ സംബന്ധിച്ചുള്ള പ്രവചനം കൂടിയുണ്ട്. അവസാന കാലഘട്ടത്തിലെ ഏറ്റവും ഭയാനകവും സുപ്രധാനവുമായ അടയാളം അതാകുന്നു. അസ്റഫുൽ ഖൽഖും അസ്ദഖുസ് സാദിഖീനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇപ്രകാരം അരുൾ ചെയ്തു, ഇന്നി ലഉൻദിർകുമുഹു മാ മിൻ നബിയ്യിൻ ഇല്ലാ ഖദ് അൻദറ ഖൗമഹു ലഖദ് അൻദറഹു നൂഹുൻ ഖൗമഹു വലാകിൻ അഖൂലു ലക്കും ഫീഹി ഖൗലൻ ലം യഖുൽഹു നബിയ്യുൻ ലിഖൗമിഹി തഅല്ലമു അന്നഹു അഅ്വറു വഇന്നല്ലാഹ തബാറക വതആല ലൈസ ബിഅഅ്വർ. ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, അവനെ സംബന്ധിച്ച് തന്റെ ജനത്തെ ഭയപ്പെടുത്തി താക്കീത് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവാചകനും ഇതുവരെ കഴിഞ്ഞു പോയിട്ടില്ല. നിശ്ചയം ഞാനും അവനെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുന്നു. നൂഹ് നബിയും തന്റെ ജനത്തെ അവനെ സംബന്ധിച്ച് ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒരു പ്രവാചകനും തന്റെ ജനതയോട് അറിയിക്കാത്ത ഒരു പ്രത്യേക സംഗതി കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അറിഞ്ഞുകൊള്ളുക, നിശ്ചയം അവൻ ഒറ്റക്കണ്ണനാകുന്നു. നിങ്ങളുടെ അല്ലാഹു ലൈസ ബിഅഅ്വർ, ഒറ്റക്കണ്ണനല്ല. ദജ്ജാലിന്റെ അടയാളം അവൻ ഒറ്റക്കണ്ണനായിരിക്കും എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്.
മറ്റു പ്രവാചകന്മാരാരും പറയാത്ത ഒരു പ്രത്യേകമായ അടയാളമായിട്ടാണ് ഇതിനെടുത്തു പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ മറ്റൊരടയാളം ഇപ്രകാരമാണ്: ബൈന ഐനൈഹി മക്തൂബുൻ കാഫിറുൻ യഖറഉൽ ഉമ്മിയു വൽ കാത്തിബു. അവന്റെ രണ്ട് കണ്ണുകൾക്കുമിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും. അത് സാക്ഷരനും നിരക്ഷരനും ആയ വിശ്വാസികൾ വായിക്കും. മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ. ഈ ദജ്ജാലിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പല കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. നബി തിരുമേനി ഒരിക്കൽ പറഞ്ഞു: അന്ന മഅഹു ജബലു ഖുസ്ദിൻ വനഹറു മാഇൻ. അവന്റെ കൂടെ അപ്പത്തിന്റെ മലയും വെള്ളത്തിന്റെ പുഴയും ഉണ്ടായിരിക്കും. ബുഖാരി. ദജ്ജാലിന്റെ കൂടെ സ്വർഗവും നരകവും ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്: അവൻ സ്വർഗം ആണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നരകവും, അവൻ നരകമാണെന്ന് പറയുന്നത് സത്യത്തിൽ സ്വർഗവുമായിരിക്കുമെന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി തിരുമേനി അരുൾ ചെയ്തു: മഅഹു ജന്നത്തുൻ വനാറുൻ ഫനാറുഹു ജന്നത്തുൻ വജന്നതുഹു നാറുൻ. നിശ്ചയം അവന്റെ കൂടെ സ്വർഗവും നരകവും ഉണ്ടായിരിക്കും. എന്നാൽ അവന്റെ നരകം സ്വർഗവും, സ്വർഗം നരകവുമായിരിക്കും. നബി തിരുമേനി ദജ്ജാലിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് മറ്റൊരിക്കൽ പറഞ്ഞു: ആകാശത്തോട് മഴ വർഷിക്കുവാനും ഭൂമിയോട് കൃഷി ഉൽപ്പാദിപ്പിക്കുവാനും അവൻ കൽപ്പിക്കും. അന്ന് മേയുന്ന മൃഗങ്ങൾ നല്ലപോലെ തടിച്ചു കൊഴുക്കുകയും ക്ഷീരത്താൽ നിറഞ്ഞവയുമായി തീരും. ഫയൗമുറു സമാഅൻ തംതുറ ഫതംതുറു വയൗമുറുൽ അർളാൻ തംബുത ഹത്താ തറൂഹ മവാശിഹിം മി യൗമിഹിം ദാലിക അസ്മനു മാ കാനത് വഅലമുഹു. അതേപോലെ അവൻ മേഘങ്ങളോട് മഴ വർഷിക്കുവാൻ ആജ്ഞാപിക്കും. ഫതംതുറു, തത്സമയം മഴ പെയ്യും. അവൻ ഭൂമിയോട് ചെടികൾ മുളപ്പിക്കുവാൻ കൽപ്പന നൽകും. തത്സമയം ഭൂമിയിൽ കൃഷികൾ മുളപൊട്ടും. അനന്തരം അവ തിന്നുന്ന മൃഗങ്ങൾ കൊഴുത്തു വരികയും പാല് നിറഞ്ഞവയായി മാറുകയും ചെയ്യും. ദജ്ജാലിന്റെ ഒരു കാൽ മശ്രിക്കിലും മറുകാൽ മഗ്രിബിലും എത്തുമെന്നും ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആധിപത്യം അവനുണ്ടാകുമെന്നും ഹദീസുകളിൽ കാണുന്നു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഇപ്രകാരമാണ്: ലാ യബ്ഖാ ശൈഉൻ മിനൽ അർളി ഇല്ലാ വതിഅഹു വലഹറ അലൈഹി ഇല്ലാ മക്കത വൽ മദീന. ഭൂമിയിൽ അവന്റെ കാലടി കീഴിൽ അല്ലാത്ത ഒരിടവും അവശേഷിക്കുകയില്ല. മക്കയും മദീനയും ഒഴികെ സകല പ്രദേശത്തും അവന്റെ ആധിപത്യം സ്ഥാപിക്കുന്നതാണ്. ഇങ്ങനെ ദജ്ജാൽ ഒരു കഴുതപ്പുറത്താണ് സഞ്ചരിക്കുക എന്നും ആ കഴുത അഗ്നിയാണ് ഭക്ഷിക്കുക എന്നും ഹദീസുകളിൽ കാണുന്നു. കാറ്റിലെ മേഘം കണക്കെ ആ കഴുത ചലിക്കും. അതിന്റെ ചെവികൾക്കിടയിലുള്ള അകലം 70 വാരയായിരിക്കും. മരുഭൂമിയിലൂടെ ദജ്ജാൽ നീങ്ങുമ്പോൾ നിക്ഷേപങ്ങൾ പുറത്തുവരും. ലോകം മുഴുവൻ ഭക്ഷണത്തിന്റെ മലയും പേറി ചുറ്റി സഞ്ചരിക്കുന്ന അവന്റെ വിളി ലോകത്താകമാനം കേൾക്കും. ഇതിനൊക്കെയും പുറമെ അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും താൻ ദൈവമാണെന്ന് വാദിക്കുകയും ചെയ്യും എന്നെല്ലാം ഹദീസുകളിൽ നിവേദനങ്ങളിൽ കാണപ്പെടുന്നു. സമയപരിമിതി കാരണം ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അവസാന കാലത്തിന്റെ അടയാളമായി ഇങ്ങനെ ഒരു ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. അവ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏത് വിധത്തിലാണോ ആ വിധത്തിലുള്ള ഒരു ദജ്ജാലിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുവാൻ മുസ്ലിങ്ങളായ നാം ബാധ്യസ്ഥരാകുന്നു. ആകാശങ്ങളും പ്രപഞ്ചമാകെയും തകർന്നു തരിപ്പണമായാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വാക്കുകൾ പുലരാതിരിക്കുകയില്ല. കാബയുടെ റബ്ബാണ് സത്യം. മുത്തുനബിയുടെ വാക്കുകൾ കല്ലിൽ കൊത്തിവെച്ചവയാണ്. അവ മായ്ച്ചു കളയുവാൻ ഒരു ശൈത്താനിക ശക്തിക്കും സാധ്യമല്ല. അതേസമയം നാം അത്ഭുത പരതന്ത്രരും വിസ്മയചിത്തരുമായി പോകുന്ന മറ്റൊരു അചഞ്ചല സത്യം കൂടിയുണ്ട്. തൗഹീദിന്റെ, അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ സംസ്ഥാപനാർത്ഥം സകലതും അടിയറവെക്കുകയും തൗഹീദിനു വേണ്ടി ജീവിക്കുകയും പൊരുതുകയും ചെയ്ത പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്വയം അല്ലാഹു സുബ്ഹാനഹു വ തആല
വാഹിദുൽ ലാ ശരീക ലഹുവിന് സമാനനായ ഗുണവിശേഷങ്ങൾ മറ്റൊരാൾക്കുണ്ടെന്ന് പഠിപ്പിക്കുമെന്നത് വിശ്വസിക്കുവാൻ നാം അശക്തരാകുന്നു. തന്റെയും തന്റെ സഹാബിവര്യന്മാരുടെയും ചുടുരക്തം കൊണ്ട് സേചനം ചെയ്ത തൗഹീദിന്റെ തായ്മരത്തിന് കത്തിവെക്കുന്ന വിധത്തിൽ അള്ളാഹുവിന് സമാനനായി മറ്റൊരു ശക്തി കൂടി ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുമോ? ഇല്ല, തീർച്ചയാണ് പഠിപ്പിക്കുകയില്ല. ഹദീസുകളിൽ വിവരിക്കപ്പെട്ടതുപോലെ ബാഹ്യരൂപത്തിൽ തന്നെ ഒരു ദജ്ജാലുണ്ടെന്ന് വിശ്വസിക്കുന്നത് വിശുദ്ധ ഖുർആനും തിരു ഹദീസുകൾക്കും ഘടകവിരുദ്ധമാകുന്നു. നാം വിഷമിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ വിഷമിപ്പിക്കുവാനല്ല, പരിരക്ഷിക്കുവാനാണ് ദജ്ജാലിനെ സംബന്ധിച്ച് വിവരിച്ചു തന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരൊറ്റ വാക്കും ആശയക്കുഴപ്പത്തിനോ വഴികേടിനോ വഴി നൽകുകയില്ല. ദജ്ജാലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വളരെ പ്രധാനമായ ഒരു സംഗതി നാം അടിവരയിട്ട് ഗ്രഹിക്കേണ്ടതുണ്ട്. ദജ്ജാലിനെ സംബന്ധിച്ച് വിവരിച്ച അവസരത്തിൽ അത് താനൊരു കശ്ഫിൽ അഥവാ ആത്മദർശനത്തിൽ ദർശിച്ചതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കശ്ഫുകൾ, ദർശനങ്ങൾ വ്യാഖ്യാനത്തിനർഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദജ്ജാലിനെ കുറിച്ചുള്ള ഹദീസുകൾ വിശുദ്ധ ഖുർആനും തിരു ഹദീസുകൾക്കും അനുസൃതമായി നാം വ്യാഖ്യാനിക്കേണ്ടി വരും. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന പക്ഷം സത്തയിലും ഗുണത്തിലും പ്രവൃത്തിയിലും സമാനനായി ആരാരുമില്ലാത്ത ദൈവസങ്കല്പത്തിന് ക്ഷതമേൽക്കുകയുമില്ല. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനങ്ങൾ പ്രത്യക്ഷരം പുലർന്നതായി കാണുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യം, അതായത് കശ്ഫിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതെന്നും കശ്ഫുകൾ വ്യാഖ്യാനാർഹങ്ങളാണെന്നും അത് വിശുദ്ധ ഖുർആനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തിരുഹദീസുകൾക്കും അനുസൃതമായി വ്യാഖ്യാനിക്കണമെന്നുമുള്ള യാഥാർത്ഥ്യം വിസ്മരിക്കുന്നത് കൊണ്ട് ദജ്ജാലിനെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും കെട്ടുകഥകളും മുസ്ലിം സമൂഹത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. ഈ ദജ്ജാൽ ആരാണെന്ന് മനസ്സിലാക്കുവാൻ, അതിനെ വ്യാഖ്യാനിക്കുവാൻ എന്തു മാർഗമാണെന്ന് കൂടി നാം നോക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, നിങ്ങൾ ദജ്ജാലിനെ കണ്ടാൽ ഫൽയസ്തഗിസ് ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം അർത്ഥിക്കുക. സൂറത്തുൽ കഹ്ഫിന്റെ പ്രാരംഭ സൂക്തങ്ങൾ പാരായണം ചെയ്യുക. എന്നാൽ ഫതകൂന അലൈഹി ബർദൻ വസലാമ, ദജ്ജാലിന്റെ അഗ്നി നിങ്ങൾക്ക് തണുപ്പും സംരക്ഷണവുമായി പരിണമിക്കും. ഇബ്നു മാജ. ഹസ്രത്ത് അബൂ ദർദായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: മൻ ഹഫിള അശറ ആയാത്തിൻ മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫി ഉസ്മ മിൻ ഫിത്നത്തി ദജ്ജാൽ. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയവൻ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടും. സൂറത്തുൽ കഹ്ഫിലെ പ്രാരംഭ വചനങ്ങളിൽ അടങ്ങിയ സന്ദേശം എന്താണ്? അതിലെ സുപ്രധാന പ്രമേയം എന്താണ്? അതിപ്രകാരമാകുന്നു: وَيُنذِرَ الَّذِينَ قَالُوا اتَّخَذَ اللَّهُ وَلَدًا مَا لَهُم بِهِ مِنْ عِلْمٍ وَلَا لِآبَائِهِمْ كَبُرَتْ كَلِمَةً تَخْرُجُ مِنْ أَفْوَاهِهِمْ إِنْ يَقُولُونَ إِلَّا كَذِبًا. അള്ളാഹു തനിക്കായി ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ജൽപ്പിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുമാണ് ഈ വിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ളത്. അവർക്കോ അവരുടെ പിതാക്കൾക്കോ അത് സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. അവരുടെ വായ്കളിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അത്യധികം ഗുരുതരമാകുന്നു. ഈ യഖൂലൂന ഇല്ലാ കദിബ, വ്യാജമല്ലാതൊന്നും തന്നെ അവർ ഈ വിഷയത്തിൽ പറയുന്നില്ല. അള്ളാഹുവിന് പുത്രനുണ്ടെന്ന് ജൽപ്പിക്കുന്ന ഒരു ജനതയെക്കുറിച്ചാണ് ഈ വചനങ്ങൾ മുഖേന അള്ളാഹു താക്കീത് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ പേരിൽ അവർ പറഞ്ഞു പരത്തുന്ന അപരാധം അതിഭയാനകമാണെന്നും കളവല്ലാതെ മറ്റൊന്നും അതിനടിസ്ഥാനമായിട്ടില്ലെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുന്നു. അതെ, അള്ളാഹുവിന് പുത്രസങ്കല്പം നടത്തുകയും അള്ളാഹുവിൽ തൃത്വം ആരോപിക്കുകയും ചെയ്തുകൊണ്ട്
കെട്ടിപ്പടുക്കപ്പെട്ട ക്രൈസ്തവതയുടെ അടിത്തറ എത്രയും വിവേകശൂന്യവും വ്യാജാധിഷ്ഠിതവും സർവശക്തനും ഏകനുമായ ദൈവത്തിന്റെ പേരിലുള്ള ഏറ്റവും കടുത്ത അപരാധവുമാകുന്നു. ഇത്തരം ഒരു തത്വസംഹിതയിൽ അടിയുറച്ച ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പും വിശുദ്ധ ഇസ്ലാമിനെതിരെയുള്ള അവരുടെ പടനീക്കവും കുരിശുയുദ്ധങ്ങളും ഭൂമിയിൽ അവർ കൈവരിക്കുന്ന നേട്ടങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കശ്ഫിൽ കണ്ട ദജ്ജാൽ അഥവാ പെരുന്നുണയൻ എന്ന വിനാശകാരിയിലൂടെ വരച്ചു കാട്ടിയത്. ദജല് എന്നതാണ് ദജ്ജാലിന്റെ ധാതു. കളവ് പറയൽ, പ്രച്ഛന്നമാക്കൽ, ചായം തേക്കൽ, സഞ്ചരിക്കൽ, ധനം കുന്നുകൂട്ടൽ, സംഘം, വാണിജ്യ വിഭവം എന്നൊക്കെയാണ് ദജൽ എന്ന പദത്തിന്റെ അർത്ഥം. അധികമായി കളവ് പറയുന്നവൻ എന്നാണ് ദജ്ജാൽ എന്ന് പറയുമ്പോൾ അതിനർത്ഥം സിദ്ധിക്കുന്നത്. സൂറത്ത് കഹ്ഫിലെ പരാമർശ വിഷയത്തെയും ദജ്ജാൽ എന്നതിന് അറബി ഭാഷയിൽ ലഭിക്കുന്ന അർത്ഥങ്ങളെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇക്കാര്യം കശ്ഫിൽ കണ്ടതാണ് എന്നുള്ള സത്യവും പരിഗണിക്കുമ്പോൾ നാം ഒരു നിഗമനത്തിലെത്താൻ നിർബന്ധിതരാണ്. ദജ്ജാൽ കച്ചവട ചരക്കുകളുമായി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ജനസമൂഹമാകുന്നു. മതകാര്യത്തിൽ കളവ് പറയലും ഒരു വസ്തുവിനെ പ്രച്ഛന്നമാക്കി അവതരിപ്പിക്കലും അവരുടെ ശൈലിയാകുന്നു. വിശ്വമുഖത്തെല്ലായിടത്തും അവർ എത്തും. ദജ്ജാൽ എന്ന പദം ധ്വനിപ്പിക്കുന്ന അർത്ഥങ്ങളെല്ലാം തന്നെ അനർത്ഥമാക്കുന്ന വിനാശകരമായ പ്രവർത്തനങ്ങൾ ഈ സമൂഹം മുഖേന വ്യാപകമായി നടന്നു കഴിഞ്ഞു. സങ്കല്പത്തിലെ ദജ്ജാൽ ചെയ്തേക്കാവുന്ന ദ്രോഹങ്ങളെക്കാൾ എല്ലാം ഭീകരമായ നഷ്ടങ്ങൾ ഈ സമൂഹം അതിന്റെ തത്വശാസ്ത്രവും അതിന്റെ ചെയ്തികളും മുഖേന ഇസ്ലാമിക ലോകത്ത് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ, ക്രൈസ്തവത എന്ന് പറയുമ്പോൾ മഹാനായ യേശു അഥവാ ഈസാ നബി അലൈഹി ഇസ്ലാം പ്രബോധിച്ച മതത്തെയല്ല ഉദ്ദേശിക്കുന്നതെന്ന് പ്രത്യേകം ശ്രോതാക്കളെ ഉണർത്തുന്നു. ദൈവത്തിന് പുത്രനുണ്ടെന്നോ ദൈവം മൂന്നാണെന്നോ യേശു പറഞ്ഞതല്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏകകർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. മാർക്കോസ് 12-ാം അധ്യായം 29-30 വചനങ്ങൾ. താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ആലങ്കാരിക പ്രയോഗമാകുന്നു. ഉപമയിലൂടെ പ്രബോധനം നടത്തിയിരുന്ന അദ്ദേഹം തന്നെ പറഞ്ഞത് ഇപ്രകാരമാണ്: സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ചുരുക്കത്തിൽ ത്രിയേകത്വ സിദ്ധാന്തം എന്നുള്ളത് യേശു പ്രബോധിച്ച മതമല്ല, മറിച്ച് പൗലോസാകുന്നു അതിന്റെ ഉപജ്ഞാതാവ്. കാലാന്തരത്തിൽ ക്രിസ്ത്യാനികളിൽ വന്ന ഒരു വ്യതിയാനം മാത്രമാകുന്നു ത്രിയേകത്വ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ക്രൈസ്തവത. സാന്ദർഭികമായി അക്കാര്യം സൂചിപ്പിച്ചുവെന്നേ ഉള്ളൂ. ദജ്ജാലിന്റെ വലത് കണ്ണുണ്ടായിരിക്കേയില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ നാഥനായ അല്ലാഹു ഒറ്റക്കണ്ണനല്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹു ഒറ്റക്കണ്ണനല്ലെങ്കിൽ രണ്ട് കണ്ണുള്ള ആളാണോ? അല്ലാഹുവിന് ബാഹ്യമായ കണ്ണുകളുണ്ടോ? ഇല്ലെങ്കിൽ ദജ്ജാലുമായി താരതമ്യം ചെയ്തു പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? ആത്മീയം, ഭൗതികം എന്നീ രണ്ട് ദർശനങ്ങളാണ് മതവീക്ഷണത്തിലുള്ളത്. ഐഹിക ജീവിതത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തെ ഇടതുവശമായും ആത്മീയതയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന പ്രവർത്തനങ്ങളെ വലതായിട്ടും ഇസ്ലാം വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ വലത് കണ്ണിന്റെ ശൂന്യത ആത്മീയ അന്ധതയും ഇടത് കണ്ണിന്റെ തിളക്കം ഐഹിക ജീവിതത്തിലുള്ള അമിതമായ താല്പര്യവുമാണ് സൂചിപ്പിക്കുന്നത്. ഈ സവിശേഷത ക്രൈസ്തവതയിൽ നാം ദർശിക്കുന്നു. ദൈവത്തിന് പുത്രനുണ്ടെന്നും പ്രസ്തുത ദൈവം നീതിമാനായതുകൊണ്ട് സർവരെയും രക്ഷിക്കുവാനും കാരുണ്യം കൊണ്ട് സർവരെയും ശിക്ഷിക്കുവാനും സാധിക്കാത്തൊരു പ്രതിസന്ധിയിലെത്തിയെന്നും അങ്ങനെ ദൈവം സ്വയം ആത്മഹത്യ ചെയ്തുവെന്നും ആ ദൈവം മൂന്നാണെന്നും മൂന്നും ഒന്നാണെന്നും വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ മോക്ഷം സിദ്ധിക്കുകയുള്ളൂ എന്നുമുള്ള തത്വസംഹിതയിൽ യുക്തിരാഹിത്യമോ
ബുദ്ധിശൂന്യതയോ ഉണ്ടെന്ന് ദർശിക്കുവാനുള്ള വലത് കണ്ണവർക്കില്ല. എന്നാൽ ഭൗതികമായ കാര്യങ്ങളിൽ ഏത് സംഗതിയെയും അവർ എന്ത്, എന്തിന്, എങ്ങനെ തുടങ്ങിയ അന്വേഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അക്കാരണത്താൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അനിതര സാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ഐഹിക ജീവിത സുഖങ്ങൾ കരഗതമാക്കുകയും ചെയ്തിട്ടുണ്ട്. അഥവാ അവരുടെ ഇടത് കണ്ണ് ആവശ്യത്തിലുപരി തിളക്കമാർന്നതും വലത് കണ്ണിനെ അന്ധത ബാധിച്ചവരുമാകുന്നു. ദജ്ജാലിന്റെ ഒരു കാൽ പൂർവ്വദിക്കിലും മറുകാൽ പശ്ചിമദിക്കിലുമായിരിക്കുമെന്ന് നബി വചനത്തിൽ വന്നിട്ടുണ്ട്. ക്രൈസ്തവതയ്ക്ക് കൈവന്ന ലോകവ്യാപകമായ പ്രചാരണമാണിതെന്ന് മനസ്സിലാകുന്നു. ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും ദജ്ജാലിയൻ തത്വശാസ്ത്രം ഇരച്ചു കയറി ഏകദൈവ സിദ്ധാന്തത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട ഇസ്ലാമിക ചൈതന്യത്തെ അർബുദം കണക്കെയ്ത് പിടികൂടി. പല മുസ്ലിം രാഷ്ട്രങ്ങളും ഈ തത്വശാസ്ത്രത്തിന്റെ പ്രചാരകരുടെ വരുതിയിലായി. പല രാജ്യങ്ങളും ഈ സിദ്ധാന്തക്കാരായ ഭരണത്തലവന്മാർ കൈകളിലാക്കി. 16-ാം നൂറ്റാണ്ട് മുതൽ സർവ്വവ്യാപിയായി മാറിയ ഈ ഭീകരതത്വം 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മശരിക്കിലും മഗ്രിബിലും ഇരുകാലികളും നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവചനം ചെയ്ത ആ പ്രവചനത്തിന്റെ പ്രത്യക്ഷത പുലർച്ചെ നാം കണ്ടുകഴിഞ്ഞു. അപ്പത്തിന്റെ മലകൾ അവരുടെ കൈകളിലുണ്ടായിരുന്നു. സ്വർഗവും നരകവും അവരുടെ കൊണ്ടു നടന്നു. അവർ കാണിച്ചിരുന്ന സ്വർഗം വിശ്വാസികൾക്ക് നരകവും അവർ നൽകിയിരുന്ന നരകം അവർക്ക് സ്വർഗവുമായിരുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അസ്ഹാബുൽ കഹ്ഫിനെ പോലെ ഗുഹാവാസികളായി കഴിയേണ്ടി വന്നിരുന്നു. അവരുടെ, അതായത് ദജ്ജാലിന്റെ വാഹനം ഹദീസുകളിൽ വന്നതുപോലെ അഗ്നി തിന്നുന്നവയായിരുന്നു. കഫറ അഥവാ നിഷേധിച്ചു എന്ന വാക്ക്, അഥവാ നാളിതുവരെ പ്രവാചകന്മാർ മുഖേന പ്രബോധിക്കപ്പെട്ട ദൈവസങ്കല്പവും മാലാഖമാർ, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, സകല സംഗതികളും നിഷേധിച്ചവരാണവർ. ഇക്കാര്യം അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും തത്വശാസ്ത്രങ്ങളിൽ നിന്നും സുതരാം വ്യക്തമായിരുന്നു. അക്ഷരമറിയുന്നവനും അറിയാത്തവനും ഒരുപോലെ വായിക്കാൻ സാധിക്കുന്ന കുഫ്റായിരുന്നു അത്. മഴ വർഷിപ്പിക്കലും മരിച്ചവരെ ജീവിപ്പിക്കലും എല്ലാം അവർക്കൊരു ഹോബിയായി മാറി. ചുരുക്കത്തിൽ ദജ്ജാലിന്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശനത്തിൽ കണ്ട സകല അടയാളങ്ങളും ഇവിടെ പൂർത്തിയായിട്ടാണ് നാം കാണുന്നത്. ദജ്ജാലിന്റെ പിന്നാലെ മുസ്ലിങ്ങൾ പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത മറ്റൊരു പ്രവചനം. അതിന്റെ പുലർച്ചെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പാശ്ചാത്യൻ സംസ്കാരങ്ങൾ അനുകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം ഇസ്ലാമിക സംസ്കാരത്തെയും വിശുദ്ധ ചിഹ്നങ്ങളെയും പരിത്യജിക്കുകയും ക്രൈസ്തവതയുടെ നീരാളിപ്പിടുത്തത്തിൽ അമരുകയും ചെയ്തു. ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ക്രൈസ്തവത സ്വീകരിച്ചിട്ടുണ്ട്. കൂട്ടത്തോടെ അവർ ക്രിസ്തുമതത്തിലേക്ക് പ്രവഹിച്ചു. ലോകത്തിന്റെ നാനാ കോണുകളിലും മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിനോട് വിട പറഞ്ഞു തുടങ്ങി ക്രിസ്തുമതത്തിലേക്ക് ചേക്കേറുകയും ചെയ്തു. ഇവിധം ദജ്ജാലിന്റെ ഫിത്ന പൊട്ടിപ്പുറപ്പെടുമ്പോൾ മുസ്ലിം സമൂഹത്തെ രക്ഷിക്കുവാൻ ഇബ്നു മറിയം ആഗതനാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചനം ചെയ്തിട്ടുള്ളത്. നാളിതുവരെ നാം കണ്ടിട്ടുള്ള ദൈവീക സനാതന നിയമം ഭൂവിങ്കൽ നടപ്പാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വ്യക്തമാക്കിയത്. സൂര്യന്റെ കൊടുങ്താപമേറ്റ് ഊഷരമായി മാറുന്ന ഭൂമിയിൽ ദൈവീക അനുഗ്രഹം പേമാരിയായി വർഷിക്കപ്പെടുമ്പോൾ സസ്യലതാദികൾ നാമ്പെടുക്കുന്നു. ആകാശത്തിൽ നിന്നിറങ്ങുന്ന സ്വച്ഛജലത്തിന്റെ സഹായത്താൽ ഭൗമോതലത്തിലുള്ള പോഷകാംശങ്ങൾ വലിച്ചെടുത്ത് അവ വിശ്വമുഖത്തെ ശീതളവും അതിമനോഹരവും വർണ്ണനാതീതവുമായ പച്ചവിരിപ്പണിയിക്കുന്നു. കണ്ണുകൾ കുളിർക്കുന്നു, മനസ്സുകൾ തളിർക്കുന്നു. പക്ഷിമൃഗാദികൾ ആനന്ദലഹരിയിൽ ഉന്മത്തരായി ആറാടുന്നു. ഇതേപോലെ തന്നെ ആത്മീയ ലോകത്ത് പൈശാചിക ശക്തിയുടെ കൊടുന്താപമേറ്റ് അതിന്റെ കൊടുംചൂടിൽ വീർപ്പുമുട്ടി ഞെളിവിരികൊണ്ട് ഊർദ്ധശ്വാസം വലിക്കുന്ന ജനത ആത്മീയ അന്ധകാരത്തിലും അധാർമികതയുടെ തമോഗർത്തത്തിലും അകപ്പെടുമ്പോൾ ദൈവകാരുണ്യത്തിന്റെ സ്വച്ഛജലം അഥവാ ദിവ്യ സന്ദേശം, ഇൽഹാമുകളും വഹികളുമുള്ള ആളുകൾ അള്ളാഹുവിന്റെ വരിഷ്ഠദാസന്മാർ മുഖേന ഇറക്കിക്കൊടുക്കുന്നു. ദിവ്യപ്രകാശത്തിന്റെ കൈത്തിരി അവരിലേക്ക് നീട്ടപ്പെടുന്നു. നിത്യജീവന്റെ
അനുപേക്ഷണീയ അനുഗ്രഹങ്ങളാണ് അവയെന്ന് ഗ്രഹിക്കുന്ന ബുദ്ധിശാലികളായ ജനം അവരെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കും. അങ്ങനെ ദൈവദത്തമായ സവിശേഷ ബുദ്ധിയും വിവേചക ശക്തിയും ദൈവിക സന്ദേശത്തിന്റെ സഹായത്തോടെ പ്രയോജനപ്പെടുത്തി ആത്മീയ നേട്ടങ്ങൾ കൈവരിക്കുകയും തദ്വാര സമാധാന സമ്പൂർണവും സമത്വ സുന്ദരവും മൈത്രി സുരഭിലവുമായ ഒരു ഉദാത്ത ജീവിത സരണിയിൽ അവർ സമഞ്ജസമായി ചരിക്കുകയും ചെയ്യുന്നു. അവർ സ്വയം സമാധാനത്തിന്റെ സാമ്രാജ്ഞികളും അഥവാ മുസ്ലിങ്ങളും സകല പ്രജകൾക്കും സമാധാനദായകരുമായി മാറുന്നു. അവർ ഉത്കൃഷ്ടവും ധാർമ്മികവുമായ സൽഗുണങ്ങളാൽ അലങ്കൃതരും ദൈവചിന്തയും മതബോധവും അവരുടെ സകല ചെയ്തികളുടെയും ചേതനയും ചോദനയുമായി മാറുകയും ചെയ്യുന്നു. നാം അഭിമുഖീകരിക്കുന്ന ഈ കാലത്തെ സകല സമസ്യകൾക്കുമുള്ള പരിഹാരമാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും എടുത്തു പറഞ്ഞിട്ടുള്ള ഏകമാർഗം അതാകുന്നു. മനുഷ്യൻ ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കുകയും തൽഫലമായി ലോകത്ത് വിവിധ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രവചനം ചെയ്തു. അക്കാലത്ത് ലോകത്ത് വഴികാട്ടിയും മാതൃകയുമാവേണ്ട മുസ്ലിം ഉമ്മത്ത് വഴികേടിലാവുമെന്നും അവർ നാമമാത്രമായ മുസ്ലിങ്ങളായിത്തീരുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തു. അന്ന് ക്രൈസ്തവതയുടെ പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ദജ്ജാൽ എന്ന രൂപത്തിലുണ്ടാകുമെന്നും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കടന്നാക്രമിക്കുമെന്നും പ്രവാചകവരേണ്യൻ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വ്യക്തമായി പറഞ്ഞു. അതിൽ നിന്നുള്ള വിമുക്തി അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ ചരിക്കുവാനുള്ള മാർഗം, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ദൈവിക സംവിധാനം ഉണ്ടാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാന്ത്വനമോദി. ഇബ്നു മറിയം മകനാകുമെന്നും മുസ്ലിം ഉമ്മത്തിനെ സകല വിപത്തുകളിൽ നിന്നും കരകയറ്റുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനമാണ്. ഈ ഒരേ ഒരു മാർഗമല്ലാതെ മറ്റേതെങ്കിലും ഒരു പരിഹാര മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണിച്ചു തരുവാൻ ആർക്കും സാധ്യമല്ല. റസൂൽ തിരുമേനിയുടെ അഭിമാനമായി തീരേണ്ട മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു ഒരിക്കലും കൈവടിയുകയില്ല. നാൾക്ക് നാളേറി വരുന്ന അറ്റമില്ലാത്ത അദാബുകളിലേക്ക് അള്ളാഹു ഒരിക്കലും ഈ ഉമ്മത്തിനെ തള്ളിവിടുകയില്ല. അതുകൊണ്ട് ഈസ ഇബ്നു മറിയമിന്റെ ആഗമനത്തെക്കുറിച്ചും അദ്ദേഹം മുഖേന ഇസ്ലാമിനുണ്ടാകുന്ന പുനരുദ്ധാരണത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനും തിരുഹദീസുകളും വാദ്യമായും സൂച്യമായും പറഞ്ഞ സംഗതികൾ അന്വേഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. സമയപരിമിതി കാരണം ഈ അന്വേഷണം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഞാനിവിടെ വിരാമമിടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമാണെന്ന് ഗ്രഹിക്കുവാനും അസത്യത്തെ അസത്യമാണെന്ന് മനസ്സിലാക്കുവാനുമുള്ള സൗഭാഗ്യം തന്നനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സത്യസരണിയിലൂടെ ചരിക്കുവാനും ഈ ലോകത്തും പരലോകത്തും മോക്ഷം സിദ്ധിക്കുവാനുമുള്ള സൗഭാഗ്യം അവൻ തന്നരുളുമാറാകട്ടെ. ആമീൻ വറഹ്മതിക യാ അർഹമുർ റഹീമീൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.